ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടവളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് അങ്ങനെ T20 മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. 5 മത്സരങ്ങളുടെ പരമ്പരയാണ്. 5 മത്സരങ്ങളുടെ പരമ്പരയിലാണ് ഇരു ടീമുകളും കളിക്കുക. ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സൂര്യകുമാർ യാദവും ഇംഗ്ലണ്ട് ടീമിനെ നയിക്കുന്നത് ജോസ് ബട്ട്ലറുമാണ്. അപ്പോൾ കരുത്തരായ 2 ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ അടിപൊളി മാച്ചുകളായിരിക്കും, അല്ലെങ്കിൽ വളരെ ആവേശം നൽകുന്ന മത്സരങ്ങളായിരിക്കും ഇനി കാണാൻ സാധിക്കുക എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. T20 ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ശക്തരാണ്, നിലവിലെ ചാമ്പ്യന്മാരാണ്. അതിനുശേഷം സിംബാബ്വെ 2020 ചാമ്പ്യൻഷിപ്പിന് 2020 വേൾഡ് കപ്പിന് ശേഷം ചാമ്പ്യൻഷിപ്പ് നമ്മൾ വിൻ ചെയ്തതിന് ശേഷം സിംബാബ്വെയെ പരാജയപ്പെടുത്തി, വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി. അങ്ങനെ നിലവിൽ നല്ല ഫോമിൽ തുടരുന്ന ടീമാണ് നമ്മുടേത്. ഇംഗ്ലണ്ടും ഒട്ടും മോശമല്ല. നമ്മൾ T20 ചാമ്പ്യന്മാരാണ്. സൂര്യകുമാർ യാദവാണ് ടീമിനെ നയിക്കുന്നത്. അതോടൊപ്പം മുഹമ്മദ് ഷാമി തിരിച്ചു വരുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട്. ഏകദേശം 14 മാസങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് ഷാമി ടീമിലേക്ക് തിരിച്ചു വരുന്നതെന്ന് ഒരു പ്രത്യേകതയുമുണ്ട് ഈ മത്സരങ്ങൾക്കെല്ലാം. അതോടൊപ്പം നിതീഷ് കുമാർ റെഡ്ഡിയുടെ സാന്നിധ്യവും, അതായത് ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പരയിലെ ഹീറോ അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങളിലെ ഹീറോ നിതീഷ് കുമാർ റെഡ്ഡിയുടെ സാന്നിധ്യവും നമുക്കൊരു ഊർജ്ജം തരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല മികച്ച മത്സരങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് ഒരു ഓരോ ക്രിക്കറ്റ് ആരാധകൻ്റെ മനസ്സിലെന്ന് പറയാം. ആദ്യ മത്സരം കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ നടക്കും. അതായത് 22-ാം തീയതി കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ നടക്കും. രണ്ടാം മത്സരം 25-ന് MA ചിദംബരം സ്റ്റേഡിയം ചെന്നൈയിൽ നടക്കും. രണ്ടാം മത്സരം. മൂന്നാം മത്സരം രാജ്കോട്ടിൽ 28-ന് നടക്കും. നാലാം മത്സരം 31-ന് പൂനെയിൽ നടക്കും. അഞ്ചാം മത്സരം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ജനുവരി 2-ന് നടക്കും. ഫെബ്രുവരി 2-ന് നടക്കും രണ്ടാം മത്സരം. ഫെബ്രുവരി 2-ന് അഞ്ചാം മത്സരം നടക്കും മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. അപ്പോൾ ഏതായാലും ഇനി എല്ലാ കണ്ണുകളും, അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്രേമികളുടെ എല്ലാ കണ്ണുകളും ഇനി ഈ T20 മത്സരത്തിലേക്കെന്ന് പറയാം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പരമ്പരയിലേക്ക് എന്ന് പറയാം. ഇരു ടീമുകളുടെ ചരിത്രം നോക്കുമ്പോൾ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്ന 24 തവണയാണ്. 24 തവണയിൽ 13 മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചു, 11 മത്സരങ്ങൾ ഇംഗ്ലണ്ട് വിജയിച്ചു. അങ്ങനെ മൊത്തം 24 മത്സരങ്ങളാണ് ഇരു ടീമുകളും തമ്മിൽ കളിച്ചിട്ടുള്ളത്. അതിൽ മൈ ഫേവറേറ്റ് എന്ന് പറയാം 2007-ലെ ആ ഒരു മത്സരം, അതായത് യുവരാജ് സിംഗ് 6 സിക്സ് അടിച്ച ആ ഒരു മത്സരമാണ് ഇരു ടീമുകളും തമ്മിലുള്ള T20 മത്സരത്തിലെ എൻ്റെ ഒരു ഫേവറേറ്റ് മാച്ച് എന്ന് പറയുന്നത്. അതായത് യുവരാജ് സിംഗിൻ്റെ 6 സിക്സറുകളും സ്റ്റുവേർട്ട് ബോർഡിനെ പഞ്ഞിക്കിട്ട ആ ഒരു മാരക ഇന്നിങ്സ്, അതോടൊപ്പം ഫ്ലെൻ്റ് ഓഫുമായിട്ട് ഉടക്കി അതിൻ്റെ ദേഷ്യം സ്റ്റുവേർട്ട് ബോർഡിനോട് തീർത്ത് 6 സിക്സറുകൾ കൊണ്ട് നമുക്ക് മനോഹരമായ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി സമ്മാനിച്ച ഒരു മത്സരമായിരുന്നു 2007-ലെ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന പ്രഥമ T20 വേൾഡ് കപ്പിലെ ആ ഒരു മത്സരം എന്നത്. ഏതായാലും അങ്ങനെ ഒട്ടനവധി നല്ല നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച മെമ്മറീസാണ് ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് ഇംഗ്ലണ്ടിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ എല്ലാ നല്ല നല്ല മൂമെൻറ്റ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ ജനുവരി 22-ന് തുടങ്ങി ഫെബ്രുവരി 2 വരെയാണ് T20 മത്സരങ്ങൾ നടക്കുക. മുഹമ്മദ് ഷാമിയുടെ തിരിച്ചുവരവ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ നല്ല ഫോമിലുള്ള ടീമാണ്, യങ് ടീമാണ് ടീം ഇന്ത്യ. അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ വിജയിക്കും, അല്ലെങ്കിൽ ഇന്ത്യയിൽ പരമ്പര നമ്മൾ പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ കണ്ണുകളും കൊൽക്കത്ത ഈഡൻ ഗാർഡനിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.